ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് സോയ പനീർ കബാബ്സ് ആണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെജിറ്റേറിയൻ കബാബ്. സോയ ചങ്ക്സും പനീറും വീട്ടിലിരിപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. വേറെ ഒരുപാട് ചേരുവകളൊന്നുമില്ല ഇതിൽ. അപ്പോൾ ഇത് ഗാർലിക് സോസ് അല്ലെങ്കിൽ ഗ്രീൻ ചട്നിനായിട്ട് കൂട്ടി കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിനു വേണ്ടി 1.5 കപ്പ് സോയ ചങ്ക്സ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വയ്ക്കാം, ഒരു 1-1.5 മണിക്കൂർ. അതിനുശേഷം വെള്ളത്തിൽ നിന്നെടുത്ത് നന്നായിട്ട് ഇതുപോലെ പിഴിഞ്ഞ് നമുക്ക് മാറ്റിയെടുക്കാം. വെള്ളം നന്നായിട്ട് കളയണം. ഇതിനി ഒരു ചോപ്പറിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ 2 ബാച്ചസ് ആയിട്ടാണ് ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. മിക്സി ജാറിന് ചെറിയ ജാറായാലും മതി, കുറച്ച് കൂടുതൽ ബാച്ചസ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ ബാച്ച് കുറച്ച് ഇതുപോലെ ഒരു തരിതരിപ്പായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. രണ്ടാമത്തെ ബാച്ച് കുറച്ചും കൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോകണം, ഒന്നും കൂടി ഫൈൻ ആയിട്ട് ആ ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ബ്രെഡ് ക്രംസിൻ്റെ ഒരു ടെക്സ്ചർ. അതും കൂടി ചേർത്തു. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 സവാള വേണം, നമ്മളിതൊന്ന് കുത്തി അരിഞ്ഞെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇത് ചോപ്പറിൽ തന്നെയാണ് ഇടുന്നത്. പിന്നെ പച്ചമുളക് ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇവിടെ കിട്ടുന്ന പച്ചമുളക് ഒരു വലിയ സൈസാണ്, ഒരുപാട് എരിവില്ല, എന്നാൽ നല്ലൊരു മണമാണ്. പിന്നെ 1/2 കപ്പ് മല്ലിയില. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി കൊത്തി അരിഞ്ഞ പാകത്തിൽ ആക്കിയെടുക്കാം. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം, ഒരു 2 ടീസ്പൂൺ. വെളുത്തുള്ളി കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല, അത് നല്ലതാണ്. പിന്നെ കടലപ്പൊടി ചേർക്കണം. അപ്പോൾ കടലപ്പൊടി ചേർക്കുമ്പോൾ 1/2 കപ്പ് കടലപ്പൊടി ചേർക്കാവൂ ആദ്യം. കടലപ്പൊടി കൂടിപ്പോയാൽ അതിൻ്റെ ടേസ്റ്റ് കുറയും. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് വലുത് പുഴുങ്ങി ഇതുപോലെ ഡൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിൽ ഒരുപാട് വെള്ളം ഉണ്ടാവരുത്. ഇനി കുറച്ച് സ്പൈസസ് ചേർക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് ചേർത്താൽ വളരെ നല്ലതാണ്. ഒരു 1.5 ടീസ്പൂൺ ചേർക്കാം. ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ കൊത്തിയരിഞ്ഞ ടൊമാറ്റോ ഇട്ടാലും കുഴപ്പമില്ല. ആ വെള്ളം പിഴിഞ്ഞ് എടുത്തതിന് ശേഷം ഉപ്പ് പാകത്തിനിടാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തെടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യണ പോലെ ഒന്ന് മാറ്റി വയ്ക്കാം. പനീർ ഒടുവിലാണ് ചേർക്കുന്നത്. കുറച്ച് നേരം മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് പനീറും ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചോപ്പ് ചെയ്ത് ഇതുപോലെ ആക്കി എടുക്കണം. എന്നിട്ട് ഈ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് ഈ മിക്സ്ചറിലേക്ക് ചേർക്കാം. അപ്പോൾ ഇത് ഞാനൊരു 20 മിനിറ്റ് ഇതുപോലെ വെച്ചിട്ടാണ് പനീർ ചേർക്കുന്നത്. അതിന് മുമ്പ് കുറച്ച് ബട്ടർ ഒഴുക്കി 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഒരു മോയ്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ചേർക്കാം. എന്നിട്ട് പനീറും കൂടി ചേർക്കാം. ഇനി ഇത് എളുപ്പത്തിൽ കൈ കൊണ്ട് നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം, ഒരു കബാബിൻ്റെ ഷേപ്പിൽ. വെള്ളം എന്തെങ്കിലും കാരണത്തിന് കൂടി പോയിട്ടുണ്ടെങ്കിൽ മാത്രം ഇത് ഷേപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ എങ്ങനെ വരികയാണെങ്കിൽ ഇടയ്ക്ക് ഞാൻ കുറച്ചും കൂടി കടലപ്പൊടി ചേർത്ത് കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷെ കഴിയണതും കടലപ്പൊടി കൂടുതൽ ചേർക്കരുത്, കാരണം അതിൻ്റെ ടേസ്റ്റ് പൊങ്ങി നിൽക്കും. അപ്പോൾ കബാബിൻ്റെ ടേസ്റ്റ് കുറയും. അപ്പോൾ എല്ലാ കബാബ്സും ഇതുപോലെ ഷേപ്പ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ നമ്മൾ ട്രേയിൽ വെച്ചിട്ട് കുറച്ച് നേരം ഫ്രീസറിൽ വെക്കാം. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്ത് കിട്ടും, ഒരു 10 മിനിറ്റ്. അതിനുശേഷം നമുക്കിതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം പാനിൽ, എണ്ണ ചൂടായിട്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വളരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ഒരു കബാബാണിത്. സ്പീഡിൽ ഫ്രൈ ചെയ്തെടുത്താൽ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. ആ സോയ ചങ്ക്സൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം ഉള്ളിൽ. അപ്പോൾ ലോ ഫ്ലെയിമിൽ പതുക്കനെ, അതുപോലെ ഇട്ട് കഴിഞ്ഞ ഉടനെ ഇത് നീക്കി കൊടുക്കരുത്, കാരണം അത് പൊട്ടും. നന്നായിട്ട് ഗോൾഡനായി ബ്രൗൺ ആയി കഴിയുമ്പോൾ ഇത് എളുപ്പത്തിൽ തിരിക്കാൻ പറ്റും. ആ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോഴേ അത് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ എല്ലാ സൈഡും ഗോൾഡൻ ബ്രൗൺ ആയി ഇതുപോലെ കിട്ടുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എനിക്കിഷ്ടമുള്ള കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ഗാർലിക് സോസും ഗ്രീൻ ചട്നിയും കുറച്ച് സാലഡിൻ്റെ കൂടെയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.